ഈ കള്ളപ്പണം വെളുപ്പിക്കുക. ഇതാണ് സെക്കൻഡ്. അല്ലാതെ വെറും കഥ കൊണ്ടോ. ആര് ചെയ്യുന്നത്? മട്ടാഞ്ചേരി മാഫിയയിലേക്ക് വരികയാണ്. അപ്പം നിങ്ങൾക്കത് ഈസി അറിയാൻ പറ്റും. ഇവർ ചെയ്യുന്നൊരു കാര്യമാണ്, അതായത് നമുക്കിപ്പോൾ നോട്ട് നിരോധനം വന്നതിന് ശേഷം പലപ്പോഴും കാരണം ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന പണമൊന്നും നമുക്ക് പിന്നീട് കിട്ടിയില്ല, അല്ല അങ്ങനെ ഞങ്ങളിൽ കള്ളപ്പണമുണ്ട്, നിങ്ങൾക്കത് നിങ്ങൾ ബാങ്കിലിട്ട് മാറ്റാം, എവിടുന്ന് കിട്ടി എന്ന് ചോദിക്കുന്ന ഗതികൾ. അപ്പം അങ്ങനെ കുറേ പേർക്ക് പൈസ പോയി ഇങ്ങനെ വന്നു. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കുക എന്നൊരു ചോദ്യം അവിടെ ഒബ്വിയസ്ലി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പം ഞാൻ ഒരു അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു നടനാണ്, അല്ലെങ്കിൽ ഒരു നിർമ്മാതാവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നു, സർ എനിക്കൊരു 50 കോടി വെളുപ്പിക്കണം. ഓക്കെ, ഞാനത് ചെയ്തുതരാം. അപ്പോൾ കാണുന്നവർ ചോദിക്കും, അങ്ങനെ അപ്പോൾ അതെങ്ങനെ വെളുപ്പിക്കാൻ പറ്റും? കാരണം നിങ്ങളും ഞാനും തമ്മിലൊരു എഗ്രിമെൻറ്റ്, ഇതൊന്ന് കിട്ടുന്ന ലാഭം കിട്ടിയാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം തരണം. അപ്പോൾ എൻ്റെ ബുദ്ധി എന്താണ്, വേണ്ട ഒരു 10 കോടിയാണെന്ന് വിചാരിച്ചു. നിങ്ങൾ 10 കോടി കൂടെ എൻ്റെ അടുത്തേക്ക് വരുന്നു. ഞാൻ പറയും, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു പടമുണ്ട്, 30 കോടിയാണ്. അപ്പോൾ അതിൻ്റെ 1/3 നിങ്ങൾ ഇറക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പൈസ ഇറക്കായിരിക്കും പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ 5 കോടി വാങ്ങുന്ന സൂപ്പർ സ്റ്റാറാണ്, ശരി. അപ്പോൾ ഒരു 5 കോടി ഏതും എൻ്റെ 5 കോടി, അങ്ങനെ 10 കോടി ആയിക്കോട്ടെ. ഈ വരുന്നവനെ പിന്നെ മണ്ണും പിണ്ണാക്ക് അറിയാത്തവനാണ്, എന്നോട് എന്ത് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കും. വേണം വരെ ആയിക്കോട്ടെ. അപ്പോൾ 1/3 ചേട്ടനെ തരും. ഇനിയാണ് ഗെയിം. ഞാൻ ഈ 10 കോടിക്ക് അവിടെ പണം തീർക്കുന്നത്. നിങ്ങൾ തരുന്ന 10 കോടിക്കാണ് ഞാൻ ഈ മൊത്തം സിനിമ തീർക്കുന്നത്. വളരെ വിദഗ്ധമായി വരുന്ന ആളുകളെ കൊണ്ട് ബ്ലാങ്ക് സൈൻ ചെയ്യിപ്പിക്കും. ഇയാൾക്ക് പ്രൂവ് കൊടുക്കണമല്ലോ, കാര്യം വിവരം കെട്ടവനാണെങ്കിലും ആ വിവരം കെട്ടവനെന്ന് പറ്റിക്കണമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ സിനിമയിൽ വരുന്നു, നിങ്ങൾക്ക് ഞാൻ 500 രൂപ തരുന്നു, മാഡം സൈൻ ചെയ്ത് നോക്കിയുള്ളൂ, അല്ല ഇതിൽ പൈസ എഴുതിയില്ല, നിങ്ങളോട് പറഞ്ഞ 500 രൂപ കിട്ടിയോ നോക്കിയാൽ പോരെ. ഓ അതുണ്ട്, നിങ്ങൾ പോകാൻ ശേഷം ഞാൻ 5000 നോക്കും. ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, കൃത്യമായി ഇയാൾക്ക് ചേട്ടാ 30, നിങ്ങൾക്ക് അന്നൊരു ചോദ്യം ഉണ്ടായില്ലേ 30 കോടി എങ്ങനെ വരും, ഇതാ ചേട്ടൻ തന്നെ പരിശോധിക്കുന്നതാണ്, ഇയാൾ എല്ലാം എടുത്ത് കൂട്ടി പരിശോധിച്ച് കഴിഞ്ഞാൽ 30 കോടി ഓക്കെയാണേ. ഇയാളെ പൈസയ്ക്കായി സിനിമ ചെയ്യുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ചെയ്ത സിനിമയാണ്. മാക്സിമം ഈ മനുഷ്യൻ്റെ പേര് ആ സിനിമ എവിടെയെങ്കിലും ഒരു അടിയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ABCD ഏതെങ്കിലും ഒരു രീതിയിൽ ഉൾപ്പെടുത്തുന്നു. ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് പടം മൊത്തം പോയതെന്ന്. ഇനി അടുത്ത ഗെയിം, നിങ്ങൾ സിനിമ അല്ല അതും കൂടെ കാണണമല്ലോ. നിങ്ങൾ ചോദിച്ചില്ല എന്തുകൊണ്ട് അത് അപകടമാണെന്ന് നിങ്ങൾക്ക് തോന്നിയതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. എനിക്ക് അപകടമായി തോന്നിയിട്ടൊന്നുമില്ല, ജനങ്ങൾക്ക് ചിന്തിക്കാവുന്ന വിഷയമാണ്. ഇത് കളിയൊന്നും ഇവർ കളിച്ചിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ഈ ഫ്രോഡ് കളി കളിച്ചിട്ടില്ല. ഇനി ഈ സിനിമയ്ക്ക് ആകെ കിട്ടുന്നല്ലേ പൊട്ടിയെന്ന് കരുതിക്കോ. അപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ 5 കോടി ഓൾറെഡി നേരത്തെ ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞിട്ട്, പക്ഷേ ഞാനാണ് നിർമ്മാതാവ്. അപ്പോൾ ആകെ 10 കോടിയാണ് കിട്ടുന്നത്. അതായത് പല റൈറ്റ്സൊക്കെ വിറ്റ് പടം അധികം പോയില്ല. അപ്പോൾ ഈ മനുഷ്യന് സ്വാഭാവികമായിട്ടും ഒരു 3 കോടി സംതിങ് കൊടുക്കാനുണ്ട്. അവിടെയാണ് അടുത്ത കളി. നമുക്ക് പരിചയമുള്ള തിയേറ്ററുകാരാണെങ്കിൽ DCR 3 തരം ഉണ്ടാക്കാം. ഡെയിലി കളക്ഷൻ ബാറ്റ ഇത് വരുന്ന 3 തരത്തിലുണ്ടാക്കാം. ഒന്ന് ഒറിജിനൽ കറക്റ്റ്, അതായത് ഇവിടെ എത്ര കോടി വന്നു ചേട്ടാ ഇത്ര നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയൊന്നും സാധാരണ തിയേറ്ററുകാർ ചെയ്യാറില്ല. ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ സ്വന്തം തിയേറ്റർ ആണെങ്കിലും ഇയാളോട് പറയുന്നത് 10 കോടിയൊന്നും വന്നില്ല, 3 കോടിയേ വന്നുള്ളൂ. അയാൾ അവിടെ പോയി നോക്കിയാലും അയാൾക്ക് വേണ്ടി വേറൊരു DCR ഉണ്ടാക്കാം. അല്ലെങ്കിൽ തിയേറ്ററുകാരൻ കറക്റ്റ് തന്നതാണ്, ഞാനെന്ത് ചെയ്യുന്നു ഇയാൾക്ക് വേണ്ടി വേറൊന്നും ഉണ്ടാക്കും. ഈ നിർമ്മാതാവെന്ന് പറഞ്ഞ മനുഷ്യനെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരമില്ല. ഞാൻ കൊടുക്കുന്നത് തന്നെയാണ് ഇയാൾക്കിത്. ഞാൻ പറഞ്ഞു മനസ്സിലായി, തിയേറ്ററുകാരൻ കറക്റ്റായിട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഞാനെന്ത് ചെയ്യുന്നു അതെല്ലാം വെച്ചിട്ട് ഇവിടെ ഫോട്ടോഷോപ്പിൽ അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് തിയേറ്ററുകാരൻ്റെ പേര് വെച്ച് കൊടുക്കും. അപ്പോൾ ഇയാൾ കൗണ്ടർ ചെക്ക് ചെയ്യണം, ചേട്ടാ ഇത് ശരിയാണോ. അപ്പം അത്രയ്ക്കുള്ള വിവരമൊക്കെ വേണം ഈ നിർമ്മാതാവ് എന്ന് പറഞ്ഞ മനുഷ്യന്. അത്രയ്ക്കുള്ള വിവരമില്ല എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പറയും ചേട്ടാ ആകെ 3 കോടിയാവുന്നു, എന്നാൽ 3 കോടിൻ്റെ 1 കോടി തന്നൂടെ ഇയാൾ ചോദിക്കും. തരാൻ പറ്റില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പോസ്റ്റർ ഒട്ടിച്ചു, അതിന് പൈസയില്ലേ. ഇനി പോസ്റ്റർ ഒട്ടിച്ചതിൻ്റെയും പോസ്റ്റർ ഉണ്ടാക്കിയതിൻ്റെയും കണക്ക് ഇയാൾക്ക് ഞാൻ കൊടുക്കുകയാണ്. 1 കോടിയുടെ ചിലവ് ഞാൻ ചിലപ്പോൾ വരുത്തിയിട്ടുണ്ടാവും. അവരിൽ നിന്നല്ല, ഞാൻ വിദഗ്ധമായി ചേട്ടാ അതെ 40 ലക്ഷം എന്നുള്ള ഒന്ന് കൂട്ടിത്തരും, 80 ലക്ഷം ആക്കി തരും. അപ്പോൾ ഇയാൾക്ക് ഞാൻ 3 കോടിൻ്റെ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ 4 കോടിൻ്റെ കൊടുത്തു. അപ്പോൾ കണക്കൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒരു 50 ലക്ഷം കൂടെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഉണ്ടാവും. പാവം നിർമ്മാതാവ് ഓടി രക്ഷപ്പെടും. എനിക്കൊന്നും വേണ്ട, എൻ്റെ 10 കോടിയും പോയി, കിട്ടിയതുമില്ല. ഓപ്ഷൻ A ആണ് നിങ്ങൾ കേട്ടത്. ഈ സിനിമ അബദ്ധത്തിൽ ഹിറ്റായി എന്ന് കരുതിക്കോ, അവിടെയാണ് ഈ അടി തുടങ്ങുക. അപ്പോൾ പറയാൻ പറ്റില്ല ഒന്നും കിട്ടിയില്ല.
അപ്പോൾ അയാൾ ചോദിക്കും ഞാൻ പോയപ്പോൾ 7-ാം ദിവസം അവിടെ ഹൗസ്ഫുള്ളായിരുന്നല്ലോ, ഇതെങ്ങനെ അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞു. അല്ല, പൊട്ടിയ പടത്തിനല്ലേ ഒരു മനുഷ്യനെ വിഡ്ഢിയാക്കാൻ പറ്റും, ഹിറ്റാകുമ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് ഈ പടത്തിന് 200 കോടി 100 കോടി കിട്ടി, തീർന്നു. അപ്പോൾ ഇയാൾക്ക് 33 കോടി കൊടുക്കണം. എന്നാലും 65 കോടി എനിക്ക് കിട്ടുന്നോന്നല്ല, ഈ 33 കോടി എങ്ങനെ അടിച്ചു മാറ്റാം? അല്ല, 100 കോടി ലാഭം കിട്ടിയാലേ യഥാർത്ഥത്തിൽ 1 രൂപ പോലും മുടക്കാതെയാണ് എനിക്ക് 67 കിട്ടുന്നത്. വിഷയം എനിക്ക് കിട്ടിയ 67 ഈ 33 ഈ മനുഷ്യനെ എങ്ങനെ വിഡ്ഢിയാക്കാം? അപ്പം നമ്മൾ അയാളോട് പറയും, ചേട്ടാ 100 കോടി കിട്ടിയെന്ന് പറഞ്ഞാൽ ശരിയല്ല, ഒന്നെങ്കിൽ അങ്ങനെ പറയാം. അപ്പോൾ അയാൾ പറയുന്നത് അത് ശരിയാണ്, ഞാൻ അവിടെ പോയി, കാരണം വിജയിക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും ഉനക്ക് പോയി നോക്കൂ, എന്നോട് ആ തിയേറ്ററുകാരൻ പറഞ്ഞിട്ട് ഇവിടുന്ന് എത്ര കിട്ടിയെന്ന്, അവിടെ നിന്ന് കിട്ടിയ 60 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഇങ്ങോട്ട് കണക്ക് എന്നാൽ എന്ത് ചെയ്യും? വിട്ടു പോയി പണി നോക്കി, നിനക്ക് തരാൻ മനസ്സില്ല, നീ കിട്ടുന്നോർന്ന് മേടിച്ചോ, നല്ല ഇടി തരും എന്നൊക്കെ പറയാം. ഇയാൾ എന്ത് ചെയ്യും? നിങ്ങൾ ചോദിക്കും അയാൾക്ക് അല്ല ആദ്യം ഒരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ, ഇയാൾക്ക് കോടതിയിൽ വെക്കൂടെ? ഞാൻ പറയും ഇയാൾക്ക് കിട്ടിയ, ഇയാൾ ഫസ്റ്റ് മുടക്കിയ 10 കോടി എന്ന് പറയുന്നത് ചിലപ്പോൾ മരത്തോര കള്ളക്കടത്ത് കിട്ടിയ പൈസയോ അല്ലെങ്കിൽ കഞ്ചാവ് ഇവിടെ വിറ്റ് കിട്ടിയ പൈസ ആയിരിക്കും. കോടതി ചോദിക്കാൻ നിനക്ക് എവിടെ നിന്നാണ് 10 കോടി കിട്ടിയത്? സോഴ്സ് കാണിക്കാൻ പറ്റാത്ത പൈസകളായിരിക്കും ആണെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ തലയും ചൊറിഞ്ഞ് കൂട്ടിരും, നല്ല ഇടി തരുമെന്ന് പറഞ്ഞാൽ അയാൾ അത് കിട്ടുകൊണ്ടിരും, ഇയാളെ പൈസ പോയി കിട്ടിയേ മനസ്സിലും. ഇനി അതല്ല, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്, നിങ്ങൾ ഇന്നലെ വരെ ടാക്സ് കൊടുത്ത പൈസയാണ്, നിങ്ങൾ പറയും തരില്ല അല്ലേ, എൻ്റെ അടുത്തുകൊണ്ടാ നീയൊക്കെ അന്ന് സൈൻ ചെയ്തു, അല്ല കേസ് ഫയൽ ചെയ്യും. ഇങ്ങനെ കേസ് ഫയൽ ചെയ്യുമ്പോഴാണ് അബദ്ധത്തിൽ ചില ന്യൂസൊക്കെ നിങ്ങൾ കാണുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറെ പറ്റിച്ചു, അപ്പം നിങ്ങളെല്ലാം ഇതിൻ്റെ നിർമ്മാതാവ് ഇയാളല്ലേ എന്ന് പറയുമ്പോഴാണ് ഇത് വരുന്നത്. ഓക്കെ, അത് അവർ തമ്മിലുള്ള വിഷയമാണ്, അവരെങ്ങനെയോ ചെയ്യട്ടെ. ഇതും സന്തോഷ് പണ്ഡിറ്റിൻ്റെയോ കേൾക്കുന്ന ഒരു വിഷയമല്ല, നമ്മളെ വിഷയം എന്ന് പറയുന്നത്. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞാൽ അന്ന് ഇത്രയും പറഞ്ഞത് ഇത്രയും വിഷയത്തിലല്ല. അപ്പോൾ അത് ഞാൻ പ്രേക്ഷകർക്ക് ഇതെങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഇവർക്ക് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ ചില സെൻറ്ററുകളിൽ അത് നമ്മളെ സെൻറ്ററായിരിക്കണം, ഒരു ഗെയിം കളിക്കാം, ആകെ 300 സീറ്റ് ഉണ്ട് കേട്ടോ, ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു, പിന്നെ 2-3 ആഴ്ച ആൾ പറയാം, അപ്പോൾ 10 ആളേ ഉള്ളൂ ഇന്ന് ഇതിന്. ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ഇത് കൊടുക്കുന്നു, ചുമ്മാ കുത്തി 300 ഹൗസ്ഫുൾ. അപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ എത്ര പൈസ വൈറ്റ് മണിയായി? ഞാൻ എങ്ങനെയോ പൈസ ഉണ്ടാക്കി, നീ കഞ്ചാവ് വിറ്റിട്ടോ, ഞാൻ പറയുന്നത് നമ്മൾ അതും കൂടെ ചിന്തിക്കണമല്ലോ. ഇവിടെ കഞ്ചാവ് MDMA എന്ന് പറയുന്നത്, അതിൽ കിട്ടുന്ന കോടികൾ ഇവരെന്ത് ചെയ്തു? ഇപ്പം നമ്മൾ എയർപോർട്ടിലൂടെ വന്ന് ഈ പൈസ ഇതെങ്ങനെയൊന്നും പുറത്തേക്ക് ഇറക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ സ്വന്തം തിയേറ്റർ ആണെങ്കിൽ നമുക്കൊരു ഗെയിമിന് വകയുണ്ട്. ഇത്രയും ഇത് നമ്മൾ തന്നെ കുത്തുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു മനസ്സിലായോ, ഒറ്റ തിയേറ്ററിൽ തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് കുറേ ലക്ഷങ്ങൾ നമുക്ക്. ആരെങ്കിലും ചോദിച്ചാൽ ചേട്ടാ ഇത് വന്നതാണ്, തെളിവില്ല, അതിൻ്റെ ടാക്സ് ഓക്കെ 18% കൊടുത്തു, എൻ്റെ സ്വന്തം തിയേറ്റർ അതും കിട്ടി, ഇവിടുന്ന് കിട്ടി. OTTയിലൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ സിനിമയ്ക്ക് എത്ര കളക്ഷൻ വന്നു, അയാൾ നമുക്ക് എനിക്ക് പരിശോധിക്കണം, ചേട്ടാ പോയി പരിശോധിച്ചോ. അപ്പോൾ അവിടുന്ന് കൂടുതൽ പൈസ ഒപ്പിക്കാനായി ആരെങ്കിലും ചോദിച്ചാൽ നടന്മാർക്ക് എൻ്റെ പടം 200 കോടി 300 കോടി എന്ന് പറയാം. ഇത് അടുത്ത ഗെയിം, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഈ മട്ടാഞ്ചേരി മാഫിയ ചെയ്യുന്നുണ്ടോ എന്നുള്ള PD ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ കേസല്ല. ഞാൻ ED ഒക്കെ വന്നതിന് ശേഷമാണ് സന്തോഷ് പണ്ഡിറ്റിനെ വന്നത്. ഞാൻ തെറ്റിദ്ധരിക്കേണ്ട, സന്തോഷ് പണ്ഡിറ്റ് ആണോ പണിതെന്ന്? ഞാനൊന്നും പണിതില്ല. അതൊക്കെ മാത്രമല്ല, അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ടെൻഷൻ. ഒരു കള്ളനെയല്ലേ പോലീസിന് പിടിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ? ഒരു നന്നായി വരുന്നൊരു വ്യക്തിക്കെതിരെ ഒരു കേസ് വരുന്നു, അയ്യോ ചേട്ടാ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പ്രൂവ് ചെയ്യാം, കോൺഫിഡൻസോടെയല്ലേ പറയുന്നത്.